ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഋഷിയെ മാറ്റിപ്പാർപ്പിച്ചത് ദേവികയാണെന്ന കാര്യം അരുന്ധതിയോട് ചെന്ന് പറഞ്ഞത് മോശമായി പോയി എന്ന് ശാരിക ദേവികയോട് പറയുന്നു. ഇത് പിന്നീട് കേസിനും മറ്റും കാരണമായാൽ ദേവികയ്ക്ക് ആപത്താണെന്ന് ശാരിക ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ തനിക്ക് തൻ്റെ നന്ദനെ കണ്ടുകിട്ടിയാൽ മാത്രം മതിയെന്നും അതിനായി വസുന്ധര മേഡം തന്നെ ജയിലിൽ അടച്ചാലും പ്രശ്നമില്ലെന്നും ദേവിക വ്യക്തമാക്കുന്നു. കൂടാതെ സിദ്ധു അങ്കിൾ ഋഷിയുടെ കൂട്ടുകാരെ വഴിയിൽ വെച്ച് തല്ലിയതും പ്രശ്നമാകില്ലേ എന്ന് ശാരിക ചോദിക്കുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് ദേവിക ധൈര്യത്തോടെ അവിടെ നിന്നും പോകുന്നു. അടുത്ത രംഗത്തിൽ വസുന്ധരയും അന്വേഷണ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കേസ് അന്വേഷണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി വസുന്ധര ഉദ്യോഗസ്ഥരെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. മീര വധക്കേസ് തെളിയിച്ചതുപോലെ അതീവ ശ്രദ്ധയോടെ വേണം ഈ കേസും കൈകാര്യം ചെയ്യാനെന്ന് അവർ പറയുന്നു. നന്ദനും ഋഷിയും തമ്മിലുള്ള പകയായതിനാൽ ദേവിക, സിദ്ധാർത്ഥൻ, പ്രഭാവതി, ഐസക് കുരുവിള, കെവിൻ, ഇസബെല്ല തുടങ്ങി ഒരുപാട് പേരെ നിരീക്ഷണത്തിൽ വെക്കേണ്ടതുണ്ടെന്ന് വസുന്ധര വ്യക്തമാക്കുന്നു. മേഡം മുന്നിൽ നിൽക്കുമ്പോൾ പേടിക്കാനില്ലെന്നും കേസ് സിമ്പിളായി തെളിയിക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുമ്പോൾ തൻ്റെ ലീഡർഷിപ്പല്ല അവരുടെ കോൺട്രിബ്യൂഷനാണ് പ്രധാനമെന്ന് വസുന്ധര ഓർമ്മിപ്പിക്കുന്നു. അടുത്ത രംഗത്തിൽ അരുന്ധതിയും സിബിയും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. ദേവികയാണ് ഋഷിയെ മാറ്റിവെച്ചിരിക്കുന്നത് എന്ന കാര്യം എന്തിനാണ് പുറത്തു പറഞ്ഞതെന്ന് ചോദിച്ച് അരുന്ധതി സിബിയെ വഴക്കു പറയുന്നു. ഋഷിയുടെ ഫ്രണ്ട്സ് തങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാണെന്ന് സിബി വ്യക്തമാക്കുന്നു. ദേവിക ഇപ്പോൾ പഴയതുപോലെ കരഞ്ഞു നിലവിളിക്കുന്ന പെണ്ണല്ലെന്നും അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ശക്തിയായ രാഷ്ട്രീയക്കാരിയും MLA-യുമാണെന്നും അവളെ സൂക്ഷിക്കണമെന്നും അരുന്ധതി സിബിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത രംഗത്തിൽ ശാരികയും ദേവികയും തമ്മിലുള്ള തുടർന്നുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. നന്ദേട്ടൻ തങ്ങളെയൊക്കെ വെറുത്ത് ഓടിപ്പോയതാണോ എന്ന് ശാരിക വിഷമത്തോടെ ചോദിക്കുന്നു. അതിന് തൻ്റെ കയ്യിൽ ഉത്തരമില്ലെന്നും എന്നാൽ നന്ദുവിനെ തിരികെ കിട്ടാൻ വസുന്ധരാമ തങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയാലും കുഴപ്പമില്ലെന്നും ദേവിക പറയുന്നു. പിണക്കം മാറ്റിവെക്കാതെയാണ് നിങ്ങൾ പിരിഞ്ഞത് എന്ന് ശാരിക ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പഴയതൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞ് ദേവിക അവിടെ നിന്നും മാറുന്നു. അടുത്ത രംഗത്തിൽ ത്യാഗരാജനും പ്രകാശനും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കേസ് അന്വേഷിക്കാൻ വസുന്ധര എത്തിയതിനെക്കുറിച്ച് ത്യാഗരാജനും പ്രകാശും സംസാരിക്കുന്നു. വസുന്ധര കാരണം തൻ്റെ ജീവിതവും ഭാവിയും തകർന്ന പഴയ മീര കേസിൻ്റെ ഓർമ്മകൾ പ്രകാശ് പങ്കുവെക്കുന്നു. വസുന്ധരയെ ഈ കേസ് അന്വേഷിക്കാൻ അനുവദിക്കരുതെന്നും അവരെ തീർത്തു കളയണമെന്നും ത്യാഗരാജൻ പ്രകാശിനെ മുൻനിർത്തി ബുദ്ധിപൂർവം പ്ലാൻ ചെയ്യുന്നു. ഈ കെണി തിരിച്ചറിയാതെ വസുന്ധരയെ കൊല്ലാനുള്ള ദൗത്യം പ്രകാശ് ഏറ്റെടുക്കുന്നു. അടുത്ത രംഗത്തിൽ പ്രഭാവതിയും ഹരിവക്കീലും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. വസുന്ധര ചാർജ് എടുത്ത വിവരവും ഋഷിയുടെ ഫ്രണ്ട്സ് വഴിയിൽ വെച്ച് ദേവികയെയും സിദ്ധുവിനെയും ഭീഷണിപ്പെടുത്തിയ കാര്യവും പ്രഭാവതി ഹരിവക്കീലിനെ ഫോണിലൂടെ അറിയിക്കുന്നു. ഒരു MLA-യെ പൊതുസ്ഥലത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയത് ശരിയായില്ലെന്ന് പ്രഭാവതി പറയുമ്പോൾ അവരൊന്നും ചെയ്യില്ലെന്നും ധൈര്യമായിരിക്കാനും ഹരിവക്കീൽ ആശ്വസിപ്പിക്കുന്നു. അടുത്ത രംഗത്തിൽ സിദ്ധാർത്ഥനും ഋഷിയുടെ സുഹൃത്തുക്കളും തമ്മിലുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. കോളിംഗ് ബെൽ കേട്ട് സിദ്ധാർത്ഥൻ വാതിൽ തുറക്കുമ്പോൾ ഋഷിയുടെ സുഹൃത്തുക്കൾ മുന്നിൽ വന്ന് നിൽക്കുന്നു. രാവിലെ തങ്ങളെ തള്ളിയിട്ടതിന് പകരം ചോദിക്കാൻ വന്നതാണെന്ന് അവർ പറയുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകാൻ പറഞ്ഞ് സിദ്ധാർത്ഥൻ വാതിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സിദ്ധാർത്ഥനെ പിടിച്ച് ക്രൂരമായി ആക്രമിക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും